നമസ്കാരം സുഹൃത്തുക്കളെ. പ്രവാസിയുടെ സ്വപ്നങ്ങളും പോരാട്ടങ്ങളും എങ്ങനെയാണ് അവർക്ക് തളരാതെ മുന്നോട്ട് പോകാൻ സാധിക്കുക? നിങ്ങളുടെ ഓരോരുത്തരുടെയും കണ്ണുകളിൽ നിറയെ സ്വപ്നങ്ങളുണ്ട്. ഗൾഫ് നാടുകളിലേക്കോ യൂറോപ്പിലേക്കോ ഒരു നല്ല ജീവിതം തേടി പറിച്ചു നട്ടപ്പെട്ടവരാകാം നിങ്ങളിൽ പലരും. നിങ്ങളിൽ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകളും അതേസമയം അനേകം ആശങ്കകളും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം പ്രവാസം എന്നത് കേവലം ഒരു സ്ഥലം മാറ്റം മാത്രമല്ല, അതൊരു വലിയ ജീവിത പോരാട്ടം കൂടിയാണ്. എൻ്റെ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുമെന്നും മുന്നോട്ടു പോകാൻ നിങ്ങൾക്ക് കരുത്ത് നൽകുമെന്നും ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മൾ വീടും നാടും വിട്ട് ദൂരെ എത്തുമ്പോൾ ആദ്യം നമ്മളെ തേടിയെത്തുന്നത് ഏകാന്തതയാണ്. പരിചിതമല്ലാത്ത ചുറ്റുപാട്, ഭാഷയുടെ പ്രശ്നങ്ങൾ, ഒറ്റയ്ക്കായിപ്പോയെന്ന തോന്നൽ, ഇതെല്ലാം നമ്മളെ വല്ലാതെ തളർത്തിയേക്കാം. എന്നാൽ ഈ ഏകാന്തതയെ നമ്മൾ എങ്ങനെയാണ് നേരിടേണ്ടത്? അതിന് മാർഗമുണ്ട്. നിങ്ങളുടെ സഹപ്രവർത്തകരുമായി, ഒരേ നാട്ടുകാരുമായി നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ, ആഹാരം കഴിക്കുമ്പോൾ, ചെറിയ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് ഒരു കുടുംബം പോലെ തോന്നും. ഈ സൗഹൃദങ്ങൾ നിങ്ങൾക്ക് വലിയ മാനസിക പിന്തുണയാണ് നൽകുന്നത്. ജീവിതത്തിൽ പുതിയ വെല്ലുവിളികൾ വരുമ്പോൾ താങ്ങും തണലുമായി ഈ ബന്ധങ്ങൾ മാറും. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഒരു കൂട്ടം ആളുകൾ നിങ്ങളോടൊപ്പം ഉണ്ടെന്നുള്ള തിരിച്ചറിവ് വലിയ ഊർജം പകരുന്നുണ്ട്. രണ്ടാമതായി, നിങ്ങളുടെ ഹോബികൾക്ക് സമയം കണ്ടെത്തുക. പാട്ട് കേൾക്കുന്നതാകാം, പുസ്തകങ്ങൾ വായിക്കുന്നതാകാം, സിനിമകൾ കാണുന്നതാകാം, അല്ലെങ്കിൽ വ്യായാമം ചെയ്യുന്നതാകാം. എന്താണോ നിങ്ങൾക്ക് സന്തോഷം നൽകുന്നത് അതിനുവേണ്ടി ദിവസവും കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും മാറ്റിവെക്കുക. ഇത് നിങ്ങളുടെ മനസ്സിന് ഉന്മേഷം നൽകുകയും മാനസിക പിരിമുറുക്കം കുറയ്ക്കുകയും ചെയ്യും. ഒരുപാട് സമയമില്ലെങ്കിൽ പോലും മനസ്സിനെ റീചാർജ് ചെയ്യാൻ ഒരു ചെറിയ ഇടവേള അത്യാവശ്യമാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നതും നല്ലതാണ്. ഒരു പുതിയ ഭാഷ പഠിക്കുകയോ ഒരു പുതിയ പാചക രീതി പഠിക്കുകയോ ആകാം. ഇത് നിങ്ങളുടെ ദിനചര്യയ്ക്ക് ഒരു പുതുമ നൽകും. മൂന്നാമതായി, കുടുംബവുമായി നിരന്തരം ബന്ധപ്പെടുക എന്നുള്ളതാണ്. ദിവസവും കുറച്ച് സമയം വീട്ടിലേക്ക് വിളിക്കാനോ വീഡിയോ കോൾ ചെയ്യാനോ കണ്ടെത്തുക. നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ, അവരുടെ സന്തോഷങ്ങളും വിഷമങ്ങളും അറിയുമ്പോൾ നമുക്ക് ഒരുപാട് ആശ്വാസം ലഭിക്കും. സാങ്കേതിക വിദ്യ വളർന്ന ഈ കാലത്ത് ഇത് വളരെ എളുപ്പമാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കുടുംബം എന്നും നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് ഓർക്കുക. അവരുടെ പ്രാർത്ഥനകളും സ്നേഹവും നിങ്ങളോടൊപ്പമുണ്ട്. ഈ ബന്ധങ്ങൾ നിലനിർത്തുന്നത് നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് വളരെ പ്രധാനമാണ്. വീട്ടിലുള്ളവരെല്ലാം നിങ്ങളുടെ വിജയത്തിനായി കാത്തിരിക്കുന്നു എന്ന തിരിച്ചറിവ് നിങ്ങളെ മുന്നോട്ട് നയിക്കും. പ്രവാസ ജീവിതം എന്നത് സുഖസമൃദ്ധിയുടെ മാത്രം ലോകമല്ല, കഠിനാധ്വാനവും ത്യാഗവും നിറഞ്ഞ ഒരു പാതയാണത്. നമ്മൾ അഭിമുഖീകരിക്കുന്ന ചില പ്രധാന പോരാട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അല്ലേ? തുടക്കത്തിൽ ശമ്പളം വളരെ കുറവായിരിക്കാം, ചെലവുകൾ കൂടുതലായിരിക്കാം, നാട്ടിൽ നിന്ന് കടം വാങ്ങിയ പണം തിരിച്ചടയ്ക്കേണ്ടി വരാം. ഈ സമയങ്ങളിൽ ക്ഷമയും സാമ്പത്തിക അച്ചടക്കവുമാണ് പ്രധാനം. വരുമാനം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പണം ചെലവഴിക്കുക. ചെറിയ തുകയാണെങ്കിൽ പോലും സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു ബജറ്റ് ഉണ്ടാക്കി അതിനനുസരിച്ച് ജീവിക്കാൻ ശീലിക്കുക. അനാവശ്യമായ ആഡംബരങ്ങൾക്ക് പിന്നാലെ പോകാതിരിക്കുക. ഓരോ രൂപയും നിങ്ങളുടെ വിയർപ്പിന്റെ ഫലമാണെന്ന് ഓർക്കുക. സാമ്പത്തിക ഭദ്രത കൈവരിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മാനസികമായി സമാധാനം ലഭിക്കുകയുള്ളൂ എന്നോർക്കുക. ചെറിയ ചെറിയ നിക്ഷേപങ്ങളെക്കുറിച്ച് പഠിക്കുന്നതും ഭാവിയിലേക്ക് കരുതി വെക്കുന്നതും വളരെ നല്ലതാണ്. പുതിയ ജോലി, പുതിയ ആളുകൾ, പുതിയ തൊഴിൽ സംസ്കാരം, ഇതെല്ലാം ചിലപ്പോൾ സമ്മർദ്ദം ഉണ്ടാക്കിയേക്കാം. ജോലിസ്ഥലത്ത് ഭാഷാപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം. നിങ്ങളുടെ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കാതെ വരാം. ഇത്തരം സാഹചര്യങ്ങളിൽ പരിശീലനത്തിലൂടെയും പഠനത്തിലൂടെയും നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് തയ്യാറാകുക. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കുക. ഏതൊരു പ്രശ്നത്തെയും ഒരു പഠനാനുഭവമായി കാണുക. നിങ്ങളുടെ ജോലിയോടുള്ള ആത്മാർത്ഥതയും കഠിനാധ്വാനവും ഒരു നാൾ അംഗീകരിക്കപ്പെടും. നിങ്ങളുടെ കഴിവിൽ വിശ്വാസമുണ്ടായിരിക്കുക. ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊരു വാതിൽ തുറക്കുമെന്ന് ഓർക്കുക. നിങ്ങളുടെ ലക്ഷ്യം നേടുന്നതിനായി നിരന്തരം പരിശ്രമിക്കുക. വിസയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാം. തൊഴിൽപരമായ കരാറുകളിലെ സങ്കീർണതകൾ എന്നിവയെല്ലാം പ്രവാസികൾക്ക് തലവേദന സൃഷ്ടിച്ചേക്കാം.
നിയമങ്ങളെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. ആവശ്യമെങ്കിൽ നിയമസഹായം തേടാൻ മടിക്കരുത്. അംഗീകൃത ഏജൻസികളിലൂടെ മാത്രം കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വ്യാജ വാഗ്ദാനങ്ങളിൽ വീഴാതിരിക്കുക. ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ അവിടുത്തെ നിയമങ്ങൾ പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിയമപരമായ അറിവ് നിങ്ങളെ പല പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിക്കും. എപ്പോഴും സൂക്ഷ്മത പാലിക്കുക. വീട്, കുടുംബം, സുഹൃത്തുക്കൾ എന്നിവരിൽ നിന്നുള്ള വേർപാട്, ജോലിയുടെ സമ്മർദ്ദം, ഒറ്റപ്പെടൽ ഇതെല്ലാം വലിയ മാനസിക സമ്മർദ്ദത്തിന് കാരണമാകും. ഇത്തരം സാഹചര്യങ്ങളിൽ മാനസിക ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുക. നിങ്ങളുടെ വിഷമങ്ങൾ തുറന്നു സംസാരിക്കാൻ ഒരു സുഹൃത്തിനെയോ വിശ്വസ്തനെയോ കണ്ടെത്തുക. ആവശ്യമെങ്കിൽ ഒരു കൗൺസിലറെ കാണാനും മടിക്കരുത്. നിങ്ങളുടെ സന്തോഷത്തിനാണ് ഏറ്റവും അധികം പ്രാധാന്യം നൽകേണ്ടത്. മനസ്സ് ശരിയല്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. യോഗ, ധ്യാനം തുടങ്ങിയവ പരിശീലിക്കുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. നിങ്ങൾക്ക് ചുറ്റുമുള്ള പോസിറ്റീവ് എനർജി കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഒരുപാട് പ്രവാസികളുടെ ജീവിതത്തിൽ വിസ നിരസിക്കൽ ഒരു വലിയ നിരാശയായിരിക്കും. പലരുടെയും സ്വപ്നങ്ങൾക്ക് അത് തടസ്സമായി മാറിയേക്കാം. എന്നാൽ അവിടെ നമ്മൾ തളർന്നു പോകരുത്. ഓരോ തിരിച്ചടിയും ഒരു പുതിയ അവസരമായി കാണുക. എത്രയോ പേരുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആദ്യത്തെ വിസ നിരസിക്കപ്പെട്ടപ്പോൾ തളർന്നു പോകാതെ കൂടുതൽ മെച്ചപ്പെട്ട അവസരങ്ങൾ തേടിപ്പോയവർ. ഭാഷാപരമായ തടസ്സങ്ങൾ ഉണ്ടായിരുന്നിട്ടും അത് പഠിച്ച് പുതിയ ജോലികൾ നേടിയെടുത്തവർ. ചെറിയ ജോലികളിൽ നിന്ന് തുടങ്ങി സ്വന്തമായി ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തവർ. എൻ്റെ തന്നെ ജീവിതത്തിൽ എനിക്കറിയുന്ന ഒരുപാട് പേരുണ്ട് സുഹൃത്തുക്കളെ. പലതവണ വിസ നിഷേധിക്കപ്പെട്ടതിന് ശേഷം പിന്നീട് വലിയ വിജയങ്ങൾ നേടിയവരുണ്ട്. അവർ ഓരോരുത്തരും അതിജീവനത്തിന്റെ യഥാർത്ഥ മാതൃകകളാണ്. അവർക്ക് അതൊക്കെ എങ്ങനെയാണ് സാധിച്ചതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അചഞ്ചലമായ ആത്മവിശ്വാസമാണ് ഏറ്റവും പ്രധാനം. അവർക്ക് സ്വയം കഴിവുകളുണ്ടെന്ന് അവർ വിശ്വസിച്ചു. ലോകം മുഴുവൻ എതിർത്താലും സ്വന്തം കഴിവിൽ വിശ്വസിക്കുന്നവരാണ് വിജയിക്കുക. കഠിനാധ്വാനം വളരെ ആവശ്യമാണ്. ലക്ഷ്യത്തിലെത്താൻ അവർ കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറായി. വിയർപ്പൊഴുക്കാതെ ഒരു വിജയവും നേടാനാവില്ല. ഒരു തവണ പരാജയപ്പെട്ടപ്പോൾ പിന്മാറാതെ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരുന്നു. വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ടു പോകാനുള്ള മനസ്സ് അവർക്കുണ്ടായിരുന്നു. വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അത് നേടാനുള്ള ആസൂത്രണവും അവർക്കുണ്ടായിരുന്നു. വെറുതെ സ്വപ്നം കണ്ടാൽ പോരാ, അത് യാഥാർത്ഥ്യമാക്കാൻ ഒരു പദ്ധതി വേണം. പുതിയ കാര്യങ്ങൾ പഠിക്കാനും കഴിവുകൾ വികസിപ്പിക്കാനും അവർ എന്നും തയ്യാറായിരുന്നു. ലോകം മാറുന്നതിനനുസരിച്ച് നമ്മളും മാറാൻ തയ്യാറാകണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകാം. എന്നാൽ ഓരോ പ്രതിസന്ധിയും നിങ്ങളെ കൂടുതൽ ശക്തനാക്കും. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഒരുപാട് പേർ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് വിശ്വസിക്കുക. നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ചുവടും ഒരു വിജയമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളെ മുറുകെ പിടിക്കുക. എത്ര ദൂരെയാണെങ്കിലും നിങ്ങളുടെ കുടുംബവും നാടും നിങ്ങളുടെ വിജയത്തിനായി കാത്തിരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുക. ഓർക്കുക, നിങ്ങൾ ഒരു സാധാരണക്കാരനല്ല, നിങ്ങൾ ഒരു പ്രവാസിയാണ്. പോരാട്ടങ്ങളിലൂടെയും ത്യാഗങ്ങളിലൂടെയും കടന്നുപോയി സ്വപ്നങ്ങളെ കീഴടക്കുന്ന ഒരു യഥാർത്ഥ പോരാളി. നിങ്ങളുടെ ഓരോ തുള്ളി വിയർപ്പിനും വിലയുണ്ട്. ആ വിയർപ്പ് ഒരു നാൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറം നൽകും. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വിജയമുണ്ടാകട്ടെ. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതുവരെ തളരാതെ മുന്നോട്ട് പോകുക. മറ്റൊരു വീഡിയോയിൽ പുതിയൊരു വിശേഷവുമായി കാണുന്നതുവരെ ദിസ് ഈസ് പ്രവീൺ ശ്രീതങ്കം. ടേക്ക് കെയർ. ബൈ ബൈ.